പാലക്കാട്ടിലെ ജനങ്ങള് വലിയ ആവേശത്തോടുകൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. പൊതുജനങ്ങൾ BJP പ്രവർത്തകരെക്കാൾ അധികം വലിയ ആവേശം കാണിക്കുന്നത് പൊതുജനങ്ങളാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാനായിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിയുമോ, അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ ഫോണിലൂടെയും നേരിട്ടുമെല്ലാം വളരെയധികമാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ മോദിജി ഉണ്ടാക്കിയിട്ടുള്ള ചലനം അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചോളം വലിയ ഗുണം ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു, ആ ഒരു ആവേശത്തിലേക്ക് എല്ലാവരും പോവുകയാണ്. പാലക്കാട് വലിയൊരു ത്രികോണ മത്സരം നടക്കുന്നു. ഈ ഒരു മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിനുള്ള സമയത്തിനേക്കാളും ഇരട്ടിയിലധികം ആത്മവിശ്വാസത്തിലാണ് ഇന്ന് NDA ക്യാമ്പ്. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മോദി ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കാത്ത ആളുകളോ കുടുംബങ്ങളോ ഇല്ലാത്ത സ്ഥിതിയാണ്. അവരാണ് ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഈ ആനുകൂല്യം കിട്ടിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെയാണ്. അത്തരം ആളുകളുടെ വിശ്വാസമാണ്, മോദി ഗവൺമെൻറ്റിലുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത്. നമ്മൾ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു വികസന രാഷ്ട്രീയമുണ്ട്. അത് അങ്ങയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അടക്കം തെരഞ്ഞെടുപ്പിന് ഒരുപാട് മുമ്പ്, അതായത് ജനപ്രതിനിധിയായിരിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ ഈ പാലക്കാടിൻ്റെ വികസനം, ആ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പ്രധാന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചോളം ചികിത്സാ രംഗത്ത് പാലക്കാട് വളരെ പുറകിലാണ്. പാലക്കാടിന് ഒരു ആധുനിക രീതിയിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാലക്കാടിനെ സംബന്ധിച്ചോളം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലക്കാടുകാരുടെ ആവശ്യമായിട്ടുള്ള എയിംസ്, കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പാലക്കാട് കൊണ്ടുവരാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പാലക്കാടിന് അനുവദിച്ച് കിട്ടും. NDAയുടെ സ്ഥാനാർത്ഥി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്ക് ഈ CK നമുക്ക് സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പറഞ്ഞത് വികസനം മുന്നിട്ട് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ഈ അമൃത് പദ്ധതി നമുക്കിപ്പോൾ ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിത്താര ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ അമൃത് പദ്ധതിയിൽ അല്ലേ, അമൃത് പദ്ധതിയിലൂടെ കഴിഞ്ഞ 2015-20 കാലഘട്ടത്തിൽ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്താണ് പാലക്കാട് നഗരത്തിന് കേന്ദ്ര ഗവൺമെൻറ് അമൃത് പദ്ധതി അനുവദിക്കുന്നത്. അമൃത് പദ്ധതി 220 കോടി രൂപയാണ് പാലക്കാട് നഗരത്തിനായിട്ട് അന്ന് മോദി സർക്കാർ അനുവദിച്ചത്. പാലക്കാട് നഗരത്തിൽ നിന്ന് കാണുന്ന നടപ്പാതകൾ, അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ പൊതുനിരത്തിലെ യന്ത്രക്കോണി എസ്കലേറ്ററും പാലക്കാട് നഗരത്തിൽ വന്നത് അമൃത് പദ്ധതിയിലാണ്. പാലക്കാട് നഗരത്തിൽ 1970 ശേഷം സമഗ്രമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി നടന്നിട്ടില്ല. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 110 കോടി രൂപയുടെ സമഗ്രമായിട്ടുള്ള പാലക്കാട് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിട്ടുള്ള പദ്ധതി നടപ്പാക്കിയതും അമൃത് പദ്ധതിയിലൂടെയാണ്. അപ്പോൾ പാലക്കാടിലെ ജനങ്ങൾക്കറിയാം, പാലക്കാട് കോൺഗ്രസ് 30 വർഷക്കാലത്തോളം പാലക്കാട് നഗരസഭ ഭരിച്ചതാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലുണ്ടായിട്ടും പാലക്കാട് നഗരത്തിനായിട്ട് ഒന്നും ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷവും MP-മാരുണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ, ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ മോദി സർക്കാർ പാലക്കാടിനെ കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും അനുവദിക്കുന്നതും അമൃത് 2.0-ലും പാലക്കാട് നഗരസഭയ്ക്ക് 72 കോടി രൂപ അനുവദിച്ചു. ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് 20 കോടി രൂപ അനുവദിച്ചു. പാലക്കാട് നഗരത്തിലെ 9 വെൽനസ് സെൻ്ററുകളാണ് ആരോഗ്യ മേഖലയിൽ അനുവദിച്ചത്. പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങളും ഫണ്ടുകളും കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഈ BJP ഇങ്ങനെ പൊന്നാനിയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ ഈ നരേന്ദ്രമോദി സർക്കാർ 10 വർഷ കാലയളവിൽ നടപ്പിലാക്കിയ വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷവുമാണെങ്കിലും ഒക്കെ CAA എന്ന് പറയുന്നു, മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് BJP ആട്ടി ഓടിക്കാൻ പോവുകയാണ്, അങ്ങനെയുള്ള വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതൊരു വർഗീയ പ്രചരണമാണെന്ന് K. സുരേന്ദ്രൻ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് വികസനം പറയാൻ പേടിക്കുന്നുണ്ട് ഇടതുപക്ഷമൊക്കെ. തീർച്ചയായിട്ടും കഴിഞ്ഞ 7 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം എല്ലാ വിധത്തിലും അവർക്ക് വലിയ ദുരിതമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും പുതിയ അഴിമതിക്കഥകൾ പുറത്തു വരുന്നു. ലോകം മുഴുവൻ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ പോലും അഴിമതി നടത്തിയ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ എല്ലാവിധത്തിലും വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്നു. വീട്ടുനികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടാത്ത ഒരു നികുതിയില്ല, ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു സർക്കാരിന് തീർച്ചയായിട്ടും വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് മാത്രമേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുള്ളൂ. CPM-ന് ഭരണ നേട്ടങ്ങൾ പറയാനില്ല. മോദി സർക്കാരിന് 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ട്. അതാണ് വ്യത്യാസം രണ്ട് മുന്നണികളും തമ്മിലുള്ള.
ഭരണ നേട്ടങ്ങൾ ഈ രണ്ട് മണ്ഡലത്തിലും ഈ ഭരണ നേട്ടങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് വലിയ ജനവികാരം ആഞ്ഞടിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് ബദലാവാൻ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ന് ജനങ്ങൾ കാണുന്നത് എൻ ഡി എ ആണ്. മുന്നണി എന്നുള്ള രീതിയിൽ കാണുന്നത് എൻ ഡി എ ആണ്. എൻ ഡി എക്ക് മാത്രമേ കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ, വികസനം കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. കോൺഗ്രസ് അപ്രസക്തമായിരിക്കുകയാണ്. യു ഡി എഫിന് ഒരു ഭാവിയില്ല, കോൺഗ്രസിന് ഭാവിയില്ല എന്നുള്ളത് കേരളത്തിലെ ഈ രാജ്യത്തെയും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു.